ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പൊറോട്ടയെക്കാളും ടേസ്റ്റുള്ള നല്ലൊരു കിഡിലും ഡിന്നർ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് പൊറോട്ട ഉണ്ടാക്കുന്ന പോലെ അങ്ങനെ അടിക്കുകയും ഇതാക്കുകയും ഒന്നും വേണ്ട, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. എന്നാൽ അതിനേക്കാളും ടേസ്റ്റും ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വേഗം വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു ബൗളിൽ 1/2 കിലോ മൈദ ചേർത്ത് കൊടുക്കാം. മൈദ അല്ലാണ്ട് ഗോതമ്പിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ മൈദ നമുക്ക് കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനകത്തോട്ട് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ പൊറോട്ടയ്ക്ക് എടുക്കുന്ന പോലെ അത്രയും ഓയിലൊന്നും ആവശ്യമില്ല ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ പൊറോട്ടയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഉള്ളിൽ നല്ല ലെയറൊക്കെ ആയിട്ടാണ് ഇത് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പൊറോട്ടൻ്റെ കൂടെ പോകുന്ന എല്ലാ കോമ്പിനേഷനും ഇതിൻ്റെ കൂടെയും പോവും. അപ്പോൾ ഇനി നമ്മൾ സാധാരണ ചപ്പാത്തിയെ കുഴക്കുന്ന പോലെ കുറച്ച് കുറച്ചായിട്ട് സാധാ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റ് ആവുന്ന വരെ ഒരു 5-8 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ അതേ ഇതുപോലെ ഇരിക്കണം. കുഴച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊറോട്ടക്കൊക്കെ നന്നായിട്ട് മയപ്പെടുത്തി കുഴക്കില്ല, അതേപോലെ ചെയ്യണം. അപ്പോഴാണ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുക. ഇനി ഇതിൻ്റെ മേലെ ഇത്രയും കൂടി ഒന്ന് ഓയിലാക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഒരു പറ്റുവാണെങ്കിൽ 1 മണിക്കൂറോളം ഒന്ന് അടച്ചു വെക്കുക. അപ്പം ഇനി നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതൊന്ന് തുറന്ന് നോക്കാം. സമയമില്ലാത്തവരാണെങ്കിൽ അപ്പം തന്നെ ചുട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പം നല്ല പോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഒരുപാട് ചെറുതല്ല, നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കില്ല, അതിനേക്കാൾ ഇച്ചിരി കൂടെ വലുപ്പത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മാവ് വെച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു 8 എണ്ണമൊക്കെ ബോൾസ് ആക്കി എടുക്കുവാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതേപോലെ നമുക്ക് ക്രാക്കൊന്നും ഇല്ലാത്ത രീതിയിൽ ഒന്ന് മുറിച്ചെടുക്കുക. അപ്പം ഞാൻ ഇതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെക്കുക. എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് പരത്തിയെടുത്താൽ മതി, കാരണം അത് ഡ്രൈ ആവാണ്ടിരിക്കാനാണ്. അപ്പോൾ കുറച്ച് പൊടി ഇട്ടിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഒരുപാട് തിന്നാക്കി പരത്തണ്ട, കാരണം നമുക്കിത് ഒന്നും കൂടി ഒന്ന് റോൾ ചെയ്യാനുള്ളതാണ്. അപ്പം പറ്റണ പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്താൽ മതി. നന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കുക. നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് പൊടിയിട്ട് തന്നെ ചെയ്യാനാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ അത് ഞാൻ പരത്തി എടുത്തതിന് ശേഷം ഇതിൻ്റെ മേലയിൽ ഇച്ചിരി ഒന്ന് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ അത്രയൊക്കെ മതി. ഒന്ന് നന്നായിട്ടൊന്ന് എല്ലാവരും എന്നിട്ട് കൈ വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക. നമുക്ക് ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൈദ ഇതേപോലെ ഒന്ന് തൂവി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ലെയർ ചെയ്യുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കില്ല, ലെയർ വേറെ വേറെ നമുക്ക് കിട്ടും. അപ്പോൾ നന്നായിട്ട് മൈദ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇതേപോലെ നടുക്കുന്ന ഒരു കട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ കോണൊക്കെ ചെയ്യില്ലേ, ഐസ്ക്രീമിന്റെ കോണൊക്കെ ഉണ്ടല്ലോ, അതേപോലെയാണ് ഇത് വരിക. ഇതേപോലെ ഒന്ന് ഈ സൈഡ് വരെ ഒന്ന് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ, ഇതിവിടെ റെഡിയായി. ഇതിങ്ങനെയാണ് ഉണ്ടാവുക, നല്ലൊരു ഫ്ലവർ മാതിരി ഉണ്ടാവും. ഇനി ഇതിങ്ങനെ തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് താഴോട്ടേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ പൊറോട്ടയൊക്കെ ഒന്ന് ലെയർ ചെയ്തെടുത്ത പോലെ ഉണ്ടാവും കാണാനായിട്ട്. അപ്പൊ ഞാൻ ഇതിന്റെ മേലെ കുറച്ച് ഓയിൽ തടവിയിട്ട് വെക്കുന്നുണ്ട്, കാരണം ഞാൻ ആദ്യം എല്ലാം ഇതേപോലെ ചെയ്തതിന് ശേഷമാണ് പിന്നെ പരത്തി എടുക്കുന്നത്, അതുകൊണ്ട് ചെയ്തേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ അപ്പം തന്നെ പരത്തുന്നുണ്ടെങ്കിൽ ഓയിൽ ആക്കാണ്ട് അപ്പം തന്നെ പരത്തി എടുത്താൽ മതി. അപ്പൊ ഇനി നമുക്കിത് ഒന്ന് പരത്തി എടുക്കാം. നല്ല റൗണ്ട് ആക്കിയിട്ട് തന്നെ പറ്റുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കാൻ നോക്കുക, കാരണം ഇനി നമ്മൾ ഇതാണ് ചുട്ടെടുക്കുന്നത്. അപ്പൊ ആ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടുവാണെങ്കിൽ നമുക്ക് കാണുമ്പോൾ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും. അപ്പൊ നമ്മൾ പരത്തുമ്പോൾ ലെയർ ഒന്നും കാണണമെന്നില്ല, കാരണം അത് ഉണ്ടാക്കി നമ്മൾ വരുന്ന സമയത്ത് ഉള്ളിലേക്കൊക്കെ ലെയർ ഉണ്ടാവും. അപ്പൊ നന്നായിട്ട് ഞാനിത് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ചുടുന്നതിന് മുമ്പായിട്ട് തന്നെ മുട്ടയുടെ ഒരു കൂട്ടുണ്ടാക്കി വെക്കണം. അപ്പൊ പരത്തുന്നതിന് മുമ്പ് ഉണ്ടാക്കി വെച്ചാൽ മതി. അപ്പൊ ഒരു മുട്ട എടുത്തിട്ടുണ്ട് ഞാൻ, അതിലേക്ക് 1 സ്പൂണ് പാൽ, 1 ടേബിൾ സ്പൂൺ അത്രയും മതി. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ അത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് മല്ലിയില ചെറിയ പീസായി കട്ട് ചെയ്തത് കുറച്ചധികം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പൊ ഇത് നമുക്ക് ഈ പൊറോട്ടയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്യാനുള്ളതാണ്. അപ്പൊ ഇനി നമുക്ക് ഇതേപോലെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിനകത്തോട്ട് ഒരു ഇത്തിരി ഓയിൽ ഒഴിച്ചിട്ട് ഇതൊന്ന് ചുട്ടെടുക്കാം. നമ്മൾ പാനിൽ ഇട്ടതിന് ശേഷം പിന്നെ ഇതിന്റെ മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ കൂട്ടുണ്ടല്ലോ, അതൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിന്റെ മേലെയായിട്ട് നമുക്ക് മുട്ടക്കൂട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ രണ്ടാമത് വെക്കുമ്പോൾ ഒരുപാട് വെക്കണം എന്നില്ല, കുറച്ച് മാത്രം വെച്ചാൽ മതി ഈ സൈഡ്.
ഇനി നമ്മൾ ഇത് തിരിച്ചും മറച്ചിട്ടിട്ട് ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ ചുട്ടെടുക്കുക. പിന്നെ നമ്മൾ മുട്ട ഇതാക്കിയത് കൊണ്ട് തന്നെ ഇത് ചിലപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് തീ ഒരുപാട് കൂട്ടി വെക്കരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇത് അത്യാവശ്യം നന്നായിട്ട് പൊങ്ങുകയൊക്കെ ചെയ്യും. അല്ലാതെ പൊറോട്ട പോലെയല്ല, ചപ്പാത്തി പോലെ ഇത്രയും ഒന്ന് പൊങ്ങി കിട്ടും. അപ്പൊ നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ രണ്ട് സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട്, കളറും ഒക്കെ മാറിയിട്ടുണ്ട്. ഉള്ളിൽ ഇനി നല്ല ലെയർ പോലെയാണ് ഉണ്ടാവുക. പുറം ഭാഗം കാണുമ്പോൾ ഒരു ചപ്പാത്തി പോലെ ആണെങ്കിലും ഉള്ളിൽ നല്ല ലെയർ ഉണ്ടാവും. അപ്പൊ ഇനി ഇത് നമുക്ക് എടുത്ത് മാറ്റിയിട്ട് അടുത്തത് ഇതേപോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കാം. ഓരോ തവണ ചുടുമ്പോഴും ഇത്തിരി ഒന്ന് ഓയിൽ ആക്കി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പൊ ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം എല്ലാം പൊങ്ങി കിട്ടും. അപ്പൊ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ചിക്കൻ കറിയുടെ കൂടെയും മീൻ കറിയുടെ കൂടെയും എന്തിന്റെ കൂടെയും ഇത് കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ പൊറോട്ടേനേക്കാളും കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു കിടക്കൻ വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.